അത് കോൾ വന്ന് കട്ടായി. ഓക്കെ, സബ്ട്രാക്ട് ചെയ്തിട്ട് ബോറോ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്യാരി ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്പർ ആയിരിക്കും മനസ്സിലാക്കി. എന്നിട്ട് ജംപ് ഇഫ് നോ ക്യാരി ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ നോ ക്യാരി ജനറേറ്റ് ആയിട്ട് ഒരു ക്യാരി ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആൽഫബറ്റ് ആണെന്നായിരിക്കും. അത് ഉറപ്പാണ്. അതങ്ങനെ വരുള്ളൂ. അതായത് 9 വരെയാണുള്ള ഡിജിറ്റ്സ് ഉള്ളത്. ഡിജിറ്റ്സിന്ന് 9 - 10 ചെയ്താൽ എന്തായാലും ബോറോ ജനറേറ്റ് ആവും. അത് ബേസിക് ലോജിക്. അപ്പം എന്നിട്ട് ആഡ് A,0AH എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്പർ ആണെങ്കിലും എന്താണെങ്കിലും അതിനെ ആ വാല്യൂന്ന് 10 കുറച്ചു. അന്നപ്പം ആഡ് A,0 അതായത് നമ്മളിപ്പം ഏത് നമ്പർ ആണെങ്കിലും അതായത് എക്സ് വാല്യൂ എന്താണെങ്കിലും അതിന് 10 കുറച്ചു. ആ 10 കുറച്ചതിനെ എക്സ്ട്രാ ഒരു, അതായത് ആ 10 നമ്പർ ഡിജിറ്റ്സ് ആണെങ്കിൽ അതിന്റെ ഒപ്പം 10 ആഡ് ചെയ്തു. ജസ്റ്റ് ആഡ് A,0AH നമ്മൾ 10 ആഡ് ചെയ്തു. എന്നിട്ട് ഈ ആസ്കി കോഡിനെ കൺവേർട്ട് ചെയ്യാൻ ഒരു കോഡ് ഉണ്ട്. അതായത് ഒരു സംഭവം, ഒരു എന്താ പറയുക, ട്രിക്കോ സംതിങ്. 0 എന്ന് പറഞ്ഞാൽ 0 ഹെക്സിൽ അതിന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 30H ആണ്. 1 എന്ന് പറയുന്നത് 31H ആണ്. 2 എന്ന് പറയുന്നത് 32H ആണ്. എന്ത് ഡിജിറ്റ് ആണെങ്കിലും ഹെക്സ് കോഡിൽ ഏത് ഡിജിറ്റ് ആണെങ്കിലും അതിന്റെ ഒപ്പം 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്കി കോഡത്തെ എന്താവും, ദാറ്റ് ഡിജിറ്റ്സിന്റെ ആസ്കി കോഡാവും. സിമ്പിൾ. സോ ദാറ്റ് A,30H. ഫസ്റ്റ് ഈ 0AH ആഡ് ചെയ്തിട്ടാണ് 30H ആഡ് ചെയ്യേണ്ടതെന്ന് മറന്നു പോകരുത്. എന്നിട്ട് റിട്ടേൺ ടു ദാറ്റ് കോൾ ചെയ്ത പ്ലേസിലേക്ക് തന്നെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇവിടെ എവിടെയാണ് കൺവേർട്ട് ചെയ്ത് കോൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ വന്നതെന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ തിരിച്ചെത്തും. ദാറ്റ് റിട്ടേൺ. ആൻഡ് ഇഫ് ജംപ് ഇഫ് നോ ക്യാരി ഈസ് ആൽഫ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈസ് ആൽഫേന്റെ സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈസ് ആൽഫ ആഡ് A,41H എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ആണെങ്കിൽ ഇപ്പം A എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്പം ആൽഫയെന്ന്, അതായത് ഏതൊരു എന്താ പറയാ ലെറ്റർ ആണെങ്കിൽ ലെറ്റർ -10 0AH ചെയ്തല്ലോ, 10 ലെറ്റർ -10 ചെയ്തു. അതിന്റെ ഒപ്പം 41H ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത് ആ ലെറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമലത്തെ ആ ലെറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള ആസ്കി കോഡ് കിട്ടും. അത് എയിലുണ്ടാവും. ആ എയിലുള്ള സാധനം അങ്ങോട്ടേക്ക് റിട്ടേൺ ഇതെന്ന് പറഞ്ഞാൽ അവിടേക്ക് തന്നെ മെയിൻ പ്രോഗ്രാമിലേക്ക് പാസ് ചെയ്തു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഈ കോളിന്റെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എഴുതണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമായിരിക്കണം. അതൊരു റൂളാണ്. ഇറ്റ്സ് എ മസ്റ്റ്.